ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2025 ലോഗോസ് ക്യൂസിനായുള്ള പാഠഭാഗങ്ങളിൽ ന്യായാധിപൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളടങ്ങിയ വീഡിയോയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഒന്നാമത്തെ ചോദ്യം: അബ്ദോന് ശേഷം ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തപ്പോൾ കർത്താവ് അവരെ എത്ര വർഷത്തേക്കാണ് ഫിലിസ്തീയരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തത്? 40 വർഷത്തേക്ക്. രണ്ടാമത്തെ ചോദ്യം: അബ്ദോന് ശേഷം ഇസ്രായേൽ ജനം വീണ്ടും തിന്മ ചെയ്തപ്പോൾ കർത്താവ് അവരെ 40 വർഷത്തേക്ക് ആരുടെ കൈകളിലാണ് ഏൽപ്പിച്ചു കൊടുത്തത്? ഉത്തരം: ഫിലിസ്തീയരുടെ. മൂന്നാമത്തെ ചോദ്യം: സാംസന്റെ പിതാവായ മനോവയുടെ ഗോത്രം? ഉത്തരം: ദാൻ. നാലാമത്തെ ചോദ്യം: ദാൻ ഗോത്രക്കാരനായ മനോവയുടെ ദേശം? ഉത്തരം: സോറ. അഞ്ചാമത്തെ ചോദ്യം: നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് മനോവയുടെ ഭാര്യയോട് പറഞ്ഞത് ആര്? ഉത്തരം: കർത്താവിൻ്റെ ദൂതൻ. ആറാമത്തെ ചോദ്യം: കർത്താവിൻ്റെ ദൂതൻ ആർക്കു പ്രത്യക്ഷപ്പെട്ടാണ് നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് പറഞ്ഞത്? ഉത്തരം: മനോവയുടെ ഭാര്യയ്ക്ക്. ഏഴാമത്തെ ചോദ്യം: നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും, അതുകൊണ്ട് എന്തെല്ലാം കുടിക്കരുതെന്നാണ് മനോവയുടെ ഭാര്യയോട് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞത്? ഉത്തരം: വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ. എട്ടാമത്തെ ചോദ്യം: മനോവയുടെ ഭാര്യയോട് എന്തെല്ലാം ഭക്ഷിക്കരുതെന്നാണ് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞത്? ഉത്തരം: അശുദ്ധമായതൊന്നും. ഒൻപതാമത്തെ ചോദ്യം: ആരുടെ തലയിലാണ് ക്ഷൗരക്കത്തി തൊടരുതെന്ന് മനോവയുടെ ഭാര്യയോട് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞത്? ഉത്തരം: പുത്രൻ്റെ. പത്താമത്തെ ചോദ്യം: മനോവയ്ക്ക് ജനിക്കുന്ന പുത്രൻ ജനനം മുതൽ ദൈവത്തിന് എങ്ങനെയായിരിക്കുമെന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറഞ്ഞത്? ഉത്തരം: നാസീർ വ്രതക്കാരൻ. 11ാമത്തെ ചോദ്യം: ആര് ഫിലിസ്തീയരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കുമെന്നാണ് മനോവയുടെ ഭാര്യയുടെ കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞത്? ഉത്തരം: മനോവയുടെ പുത്രൻ. 12ാമത്തെ ചോദ്യം: മനോവയ്ക്ക് ജനിക്കുന്ന പുത്രൻ ആരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും എന്നാണ് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞത്? ഉത്തരം: ഫിലിസ്തീയരുടെ. 13ാമത്തെ ചോദ്യം: മനോവയുടെ ഭാര്യയ്ക്ക് കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടതിനു ശേഷം മനോവയോട് ആര് എൻ്റെ അടുത്ത് വന്നു എന്നാണ് മനോവയുടെ ഭാര്യ പറഞ്ഞത്? ഉത്തരം: ഒരു ദൈവപുരുഷൻ. 14ാമത്തെ ചോദ്യം: ഒരു ദൈവപുരുഷൻ എൻ്റെ അടുത്ത് വന്നു എന്ന് മനോവയോട് പറഞ്ഞത് ആര്? ഉത്തരം: മനോവയുടെ ഭാര്യ. 15ാമത്തെ ചോദ്യം: കർത്താവിൻ്റെ ദൂതനെ മനോവയുടെ ഭാര്യ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ഉത്തരം: ദൈവപുരുഷൻ. 16ാമത്തെ ചോദ്യം: തനിക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവപുരുഷൻ്റെ മുഖം എന്തുപോലെ പേടിപ്പെടുത്തുന്നതാണ് എന്നാണ് മനോവയുടെ ഭാര്യ മനോവയോട് പറഞ്ഞത്? ഉത്തരം: ദൈവദൂതൻ്റേതുപോലെ. 17ാമത്തെ ചോദ്യം: എന്തിനു വേണ്ടിയാണ് ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വരണമെന്ന് മനോവ കർത്താവിനോട് പ്രാർത്ഥിച്ചത്? ഉത്തരം: ജനിക്കാനിരിക്കുന്ന ശിശുവിനു വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കാൻ. 18ാമത്തെ ചോദ്യം: മനോവയുടെ ഭാര്യ എവിടെയായിരുന്നപ്പോഴാണ് ദൈവദൂതൻ 2ാം തവണ പ്രത്യക്ഷപ്പെട്ടത്? ഉത്തരം: വയലിൽ. 19ാമത്തെ ചോദ്യം: 2ാം തവണ ദൈവദൂതൻ മനോവയുടെ ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾ ഉടൻ ചെയ്തതെന്ത്? ഉത്തരം: ഓടിച്ചെന്ന് ഭർത്താവിനോട് പറഞ്ഞു. 20ാമത്തെ ചോദ്യം: കർത്താവിൻ്റെ ദൂതനെ ആദ്യമായി കണ്ട മനോവ ചോദിച്ചതെന്ത്? ഉത്തരം: ഇവളോട് സംസാരിച്ചവൻ നീയോ? 21ാമത്തെ ചോദ്യം: നിന്റെ വാക്കുകൾ നിറവേറുമ്പോൾ ബാലൻ്റെ ജീവിതചര്യ എങ്ങനെയായിരിക്കണമെന്ന് കർത്താവിൻ്റെ ദൂതനോട് ചോദിച്ചതാര്? ഉത്തരം: മനോവ. 22ാമത്തെ ചോദ്യം: കർത്താവിൻ്റെ ദൂതനോട് മനോവ ഞാൻ എന്തിനെ പാകം ചെയ്യുന്നത് വരെ നിൽക്കണമേ എന്നാണ് പറഞ്ഞത്? ഉത്തരം: ആട്ടിൻകുട്ടിയെ. 23ാമത്തെ ചോദ്യം: നീ പിടിച്ചു നിർത്തിയാലും എന്തു ചെയ്യുകയില്ല എന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറഞ്ഞത്? ഉത്തരം: നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല. 24ാമത്തെ ചോദ്യം: നീ പാകം ചെയ്യുന്നെങ്കിൽ അത് കർത്താവിനെ എങ്ങനെ അർപ്പിക്കുക എന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറഞ്ഞത്? ഉത്തരം: ദഹനബലിയായി. 25ാമത്തെ ചോദ്യം: കർത്താവിൻ്റെ ദൂതനോട് നിന്റെ പേര് എന്ത്? നീ പറഞ്ഞതുപോലെ സംഭവിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കണമല്ലോ എന്ന് പറഞ്ഞതാര്? ഉത്തരം: മനോവ. 26ാമത്തെ ചോദ്യം: കർത്താവിൻ്റെ ദൂതനോട് മനോവ പേര് ചോദിച്ചപ്പോൾ മറുപടി എന്തായിരുന്നു? ഉത്തരം: എൻ്റെ പേര് അത്ഭുതകരമായിരിക്കെ നീ അത് ചോദിക്കുന്നത് എന്തിന്? 27ാമത്തെ ചോദ്യം: മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന ഏതു ബലിയോടുകൂടെയാണ് കർത്താവിന് അർപ്പിച്ചത്? ഉത്തരം: ധാന്യബലിയോടുകൂടെ.
28-ാമത്തെ ചോദ്യം, മനോവ എന്തിനെ കൊണ്ടുവന്നാണ് ധാന്യബലിയോടുകൂടെ കർത്താവിന് അർപ്പിച്ചത്? ഉത്തരം, ആട്ടിൻകുട്ടിയെ. 29-ാമത്തെ ചോദ്യം, മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന ധാന്യബലിയോടുകൂടെ എവിടെ വച്ചാണ് കർത്താവിന് അർപ്പിച്ചത്? ഉത്തരം, പാറപ്പുറത്ത് വച്ച്. 30-ാമത്തെ ചോദ്യം, മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന കർത്താവിന് അർപ്പിച്ചപ്പോൾ എവിടെ നിന്നാണ് അഗ്നിജ്വാല ആകാശത്തിലേക്ക് ഉയർന്നത്? ഉത്തരം, ബലിപീഠത്തിൽ നിന്ന്. 31-ാമത്തെ ചോദ്യം, മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന ധാന്യബലിയോടുകൂടെ പാറപ്പുറത്ത് വെച്ച കർത്താവിന് അർപ്പിച്ചപ്പോൾ ബലിപീഠത്തിൽ നിന്ന് ഉയർന്നതെന്ത്? ഉത്തരം, അഗ്നിജ്വാല. 32-ാമത്തെ ചോദ്യം, മനോവയും ഭാര്യയും നോക്കി നിൽക്കെ ആരാണ് ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയത്? ഉത്തരം, കർത്താവിൻ്റെ ദൂതൻ. 33-ാമത്തെ ചോദ്യം, ആരെല്ലാം നോക്കി നിൽക്കെയാണ് കർത്താവിൻ്റെ ദൂതൻ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയത്? ഉത്തരം, മനോവയും ഭാര്യയും. 34-ാമത്തെ ചോദ്യം, മനോവയും ഭാര്യയും നോക്കി നിൽക്കെ കർത്താവിൻ്റെ ദൂതൻ എന്തിലൂടെയാണ് ഉയർന്നു പോയത്? ഉത്തരം, ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ. 35-ാമത്തെ ചോദ്യം, ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ കർത്താവിൻ്റെ ദൂതൻ ഉയർന്നു പോയപ്പോൾ നിലത്ത് കമിഴ്ന്നു വീണത് ആര്? ഉത്തരം, മനോവയും ഭാര്യയും. 36-ാമത്തെ ചോദ്യം, ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും. ആര് ആരോട് പറഞ്ഞു? ഉത്തരം, മനോവ ഭാര്യയോട്. 37-ാമത്തെ ചോദ്യം, നമ്മെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെല്ലാം സ്വീകരിക്കുകയില്ലായിരുന്നു എന്നാണ് മനോവയുടെ ഭാര്യ പറഞ്ഞത്? ഉത്തരം, ദഹനബലിയും ധാന്യബലിയും. 38-ാമത്തെ ചോദ്യം, കർത്താവ് എന്ത് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ദഹനബലിയും ധാന്യബലിയും സ്വീകരിക്കുകയില്ലായിരുന്നു എന്നാണ് മനോവയുടെ ഭാര്യ പറഞ്ഞത്? ഉത്തരം, നമ്മെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ. 39-ാമത്തെ ചോദ്യം, മനോവയുടെ പുത്രൻ്റെ പേര്? ഉത്തരം, സാംസൺ. 40-ാമത്തെ ചോദ്യം, എവിടെ വെച്ചാണ് കർത്താവിൻ്റെ ആത്മാവ് സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങിയത്? ഉത്തരം, മഹനേദാനിൽ വച്ച്. 41-ാമത്തെ ചോദ്യം, ഏതെല്ലാം സ്ഥലങ്ങൾക്ക് മധ്യേയായിരുന്നു മഹനേദാനിൻ്റെ സ്ഥാനം? ഉത്തരം, സോറായ്ക്കും എഷ്താവോലിനും. താങ്ക് യു.